ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരും വിശ്വസിച്ചവരും തന്നെ നമ്മുടെ തകർച്ചയിൽ ഉള്ളറിഞ്ഞ് സന്തോഷിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടം ബാക്കിവെക്കുന്ന ഏറ്റവും വലിയ ക്രൂരത. ദൂരെയുള്ള ശത്രുവിനേക്കാൾ അപകടകാരികൾ നമ്മുടെ തോളിൽ കൈയിട്ട് നടന്ന് നമ്മുടെ വീഴ്ചയ്ക്കായി തക്കം പാർത്തിരിക്കുന്ന ഈ കപടസ്നേഹികളാണ്. നമ്മളെ കണ്ടില്ലെന്ന് നടിക്കുന്നവരെയല്ല, മറിച്ച് നമ്മൾ തോൽക്കുമ്പോൾ രഹസ്യമായി ആനന്ദിക്കുന്ന കൂടെയുള്ളവരെ ഓർത്തു വേണം നമ്മൾ ജാഗ്രത പാലിക്കാൻ. ലോകം നിങ്ങളെ ചവിട്ടിമെതിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് അത്രമേൽ കരുത്തുള്ളതുകൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവർക്ക് കയറി നിൽക്കാനുള്ള ഒരു ചവിട്ടുപടിയായി നിങ്ങൾ സ്വയം നിന്നുകൊടുക്കുന്നതുകൊണ്ടാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിന് ചെറിയൊരു മുറിവേറ്റേക്കാം. പക്ഷെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന വലിയ സത്യങ്ങൾ എപ്പോഴും ആദ്യമൊന്ന് നോവിച്ചേക്കാം. എപ്പോഴെങ്കിലും നിങ്ങൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിനക്കൊന്നും കഴിയില്ല എന്ന പരിഹാസങ്ങൾക്ക് മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഈ വാക്കുകൾ നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. കാരണം നിങ്ങളെ തളർത്തിയവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ വളർച്ചയാണ്. ഇതൊരു വെറും മോട്ടിവേഷനല്ല, നിങ്ങളെ നിസ്സാരനാക്കി മാറ്റിയ ഈ ലോകത്തിനു മുന്നിൽ അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും തിരിച്ചുവരാനുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്. സാധാരണക്കാരെ പോലും ലോകം ഭയക്കുന്ന കരുത്തരാക്കി മാറ്റാൻ പണ്ട് രാജാക്കന്മാർക്ക് മാത്രം പകർന്നു നൽകിയിരുന്ന ചാണക്യന്റെ 8 രഹസ്യതന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇനിയും ഒരു ഇരയായി ജീവിച്ചു തീർക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ ഈ രഹസ്യങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഇതിലെ 8ാമത്തെ തന്ത്രം. കാരണം നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ പോന്ന അത്രയും കരുത്തുറ്റതാണത്. ആദ്യത്തെ ചാണക്യനീതി ഇതാണ്: ഭയമെന്ന വികാരം നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയാൽ ഈ ലോകം നിങ്ങളെ ചവിട്ടിമെതിക്കാൻ ഒട്ടും മടിക്കില്ല. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മൾ എപ്പോഴാണോ ബലഹീനത കാട്ടുന്നത്, അപ്പോൾ മുതൽ മറ്റുള്ളവർ നമ്മുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ തുടങ്ങും. നിങ്ങൾ അതിന് അർഹനാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ പോലും അവർക്ക് മടിയുണ്ടാകില്ല. കാരണം ഈ ലോകം എന്നും കരുത്തന്റെ ഭാഷ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ദുർബലരോട് സഹതപിക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യ ചാണക്യൻ ജീവിതത്തിന്റെ ഈ വലിയ പൊരുൾ ഒരൊറ്റ വരിയിൽ പറഞ്ഞു തന്നു: ന ദൈന്യം ന പലായനം. ഒരിക്കലും ദയനീയനാകരുത്, ഒരിക്കലും പോർക്കളം വിട്ട് ഓടിയൊളിക്കരുത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പലപ്പോഴും നിങ്ങൾ ശരിയുടെ ഭാഗത്തായിരുന്നിട്ടും എത്രയോ തവണ മൗനം പാലിച്ചു. എതിരെ നിൽക്കുന്നവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുമോ എന്ന പേടിയായിരുന്നു അന്ന് നിങ്ങൾക്ക്. മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ഭയം കൊണ്ട് സ്വന്തം സ്വപ്നങ്ങൾ പോലും നിങ്ങൾ ബലികഴിച്ചു. ഈ ഭയമാണ് ഒരു മനുഷ്യനെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ ശത്രു. ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ഭയം എന്നത് ഒരു രോഗമാണ്. അതിനുള്ള ഏക മരുന്ന് ആത്മവിശ്വാസം മാത്രമാണ്. പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടാണ് ഭയം നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. 1, നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥ. 2, ലോകം കെട്ടിയുയർത്തിയ കപടമായ പ്രതിച്ഛായകളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകുന്നത്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരു നൂൽപ്പാവയെ എന്ന പോലെ ലോകം നിങ്ങളെ ആട്ടിക്കും. നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ വ്യക്തിത്വവും പോലും അവർ തീരുമാനിക്കുന്ന അവസ്ഥ വരും. ഒടുവിൽ നിങ്ങളെ തന്നെ മറന്നുപോകും. എന്നാൽ എന്നാണോ നിങ്ങൾ കരുത്തോടെ ജീവിക്കുമെന്ന് സ്വയം ഉറപ്പിക്കുന്നത്, അന്ന് നിങ്ങളുടെ പുനർജന്മമാണ്. അന്നു മുതൽ നിങ്ങളെ കാണുമ്പോൾ ആളുകൾ ബഹുമാനത്തോടെ വഴിമാറാൻ തുടങ്ങും. നിങ്ങളെ നിസ്സാരനായി കണ്ടിരുന്നവർ നിങ്ങളുടെ നോട്ടത്തെ പോലും ഭയപ്പെടും. ഓർക്കുക, ഭയം നിങ്ങളെ അടിമയാക്കുന്നു, എന്നാൽ ആത്മവിശ്വാസം നിങ്ങളെ ഒരു രാജാവാക്കി മാറ്റുന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ഭയന്ന് ജീവിച്ച് ഒരു കാഴ്ചവസ്തുവായി ഒതുങ്ങിക്കൂടാം, അല്ലെങ്കിൽ കരുത്തോടെ എഴുന്നേറ്റ് നിന്ന് ആത്മവിശ്വാസം കൊണ്ട് ലോകത്തെ അതിശയിപ്പിക്കാം. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. ഭയന്ന് ജീവിക്കണോ അതോ അന്തസ്സോടെ പോരാടണോ? ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രചോദനമാകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ ചെറുതല്ല. 2ാമത്തെ ചാണക്യനീതി: സ്വന്തം മൂല്യം തിരിച്ചറിയുക, അല്ലെങ്കിൽ ലോകം അത് നിശ്ചയിക്കും. ഈ ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തം സ്വന്തം വില തിരിച്ചറിയാതിരിക്കുക എന്നതാണ്. നിങ്ങളുടെ മൂല്യം നിങ്ങൾക്കറിയില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പരിഗണിക്കുകയേയില്ല. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവോ അങ്ങനെയായിരിക്കും ലോകം നിങ്ങളെ വിലയിരുത്തുക. നിങ്ങളെ ചെറുതായി കാണുമ്പോൾ മറ്റാരും നിങ്ങളെ വലുതാക്കാൻ വരില്ല. മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി നമ്മൾ കൊതിക്കാറുണ്ട്, പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ കരുത്ത് വരുന്നത് സ്വന്തം വില തിരിച്ചറിയുമ്പോഴാണ്. ചാണക്യൻ പറഞ്ഞത് എത്ര സത്യമാണ്. നിങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, എങ്കിൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്കായി എന്ത് ചെയ്യുന്നു എന്ന്? എത്ര തവണ സ്വന്തം ചിന്തകളെയും സ്വപ്നങ്ങളെയും നിങ്ങൾ വില കുറച്ചു കണ്ടു? സ്വന്തം മനസാക്ഷിയെ കേൾക്കുന്നതിനു പകരം എത്ര തവണ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിങ്ങൾ വിശ്വസിച്ചു? ഈ ബലഹീനത മുതലെടുത്താണ് പലരും നിങ്ങളെ സ്വാധീനിക്കുന്നത്. സ്വന്തം മൂല്യം തിരിച്ചറിയുക എന്നതിനർത്ഥം നിങ്ങളുടെ പരിമിതികളും കരുത്തും കൃത്യമായി മനസ്സിലാക്കുക എന്നാണ്. മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം തരം താഴ്ത്താതിരിക്കുക. നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങുമ്പോൾ മറ്റൊരാൾക്കും നിങ്ങളെ അപമാനിക്കാൻ ധൈര്യം വരില്ല. സ്വയം വില കൽപ്പിക്കാത്ത ഒരാൾക്ക് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ ബഹുമാനം പ്രതീക്ഷിക്കാനാകും? അതുകൊണ്ട് ഇന്ന് തന്നെ സ്വയം ഒരു ഉറപ്പ് നൽകുക: ഞാൻ എന്റെ മൂല്യം തിരിച്ചറിയും, എന്റെ അന്തസ്സ് ഞാൻ തന്നെ ഉയർത്തും, മറ്റൊരാൾക്കും അത് കുറച്ചു കാണാൻ ഞാൻ ഒരവസരവും നൽകില്ല. കൂട്ടുകാരെ,
ഞാൻ എന്റെ മൂല്യം തിരിച്ചറിയുന്നു, ഞാനത് ഒരിക്കലും കുറയാൻ സമ്മതിക്കില്ല എന്ന് ഇപ്പോൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മളൊരു കാര്യം എഴുതുമ്പോൾ അത് നമ്മുടെ ചിന്തയുടെ ഭാഗമായി മാറുകയും മനസ്സിൽ ആഴത്തിൽ പതിയുകയും ചെയ്യും. മൂന്നാമത്തെ ചാണക്യനീതി: നിങ്ങളുടെ ബലഹീനതകൾ ആരോടും വെളിപ്പെടുത്തരുത്. ഇന്നത്തെ കാലത്ത് പലരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് സ്വന്തം കുറവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയുന്നതാണ്. ഈ രഹസ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കെതിരെ ആയുധമായി മാറുമെന്ന് പലരും ചിന്തിക്കുന്നില്ല. ആചാര്യ ചാണക്യൻ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ ബലഹീനതകളും സ്വകാര്യമായ കാര്യങ്ങളും ഒരിക്കലും മറ്റുള്ളവർക്ക് മുന്നിൽ വിളിച്ചു പറയില്ല. കാരണം ഈ ലോകത്ത് എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. നിങ്ങളുടെ കുറവുകൾ കണ്ടുപിടിച്ച് നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ കാത്തിരിക്കുന്നവരാണ് ചുറ്റുമുള്ളവരിൽ ഭൂരിഭാഗവും. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ചെറിയൊരു കഷ്ടപ്പാട് വരുമ്പോഴേക്കും ലോകത്തോടപ്പാട് നിങ്ങളുടെ ബലഹീനതകൾ പങ്കുവയ്ക്കും. എന്റെ കയ്യിൽ പണമില്ല, എന്നെ ആരും സഹായിക്കുന്നില്ല, എന്റെ വിധി ഇങ്ങനെയൊക്കെയാണ് എന്ന് പരാതിപ്പെടുമ്പോൾ ആളുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ കരുതിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഭൂരിഭാഗം പേരും നിങ്ങളെ സഹായിക്കില്ലെന്ന് മാത്രമല്ല, ആ അറിവ് വെച്ച് നിങ്ങളെ എങ്ങനെ മുതലെടുക്കാം എന്ന് പ്ലാൻ ചെയ്യുകയും ചെയ്യും. ഈ ജീവിതയാത്രയിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവരിൽ ഭൂരിഭാഗം പേരും നമ്മുടെ ജീവിതത്തെ വെറുമൊരു തമാശയായി കാണാൻ കാത്തുനിൽക്കുന്നവരാണ്. ബാക്കിയുള്ളവരാകട്ടെ നമ്മളൊന്ന് വീഴുന്നതും ആ വീഴ്ചയിൽ നമ്മൾ തളരുന്നതും കാണാൻ തക്കം പാർത്തിരിക്കുന്നവരും. നമ്മുടെ ഓരോ ബലഹീനതയും അവർക്ക് നമ്മളെ വേട്ടയാടാനുള്ള ആയുധങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിലെ കുറവുകളും പരിമിതികളും മറ്റൊരാൾക്ക് മുന്നിലും തുറന്നു കാട്ടാതിരിക്കുക. കാരണം ഒരിക്കൽ നിങ്ങളുടെ ബലഹീനതകൾ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബഹുമാനത്തിന് സ്ഥാനമുണ്ടാകില്ല. പകരം നിങ്ങളെ ഒരു ദുർബലനായി മുദ്രകുത്തി പരിഹസിക്കാനായിരിക്കും അവർക്ക് താൽപര്യം. ലോകം ആരാധിക്കുന്ന കായിക താരങ്ങളെയോ പ്രമുഖരായ നേതാക്കളെയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർ ഒരിക്കലും തങ്ങളുടെ പോരായ്മകൾ പരസ്യമായി വിളിച്ചു പറയാറില്ല. ബലഹീനതകൾ വെളിപ്പെടുന്ന നിമിഷം തങ്ങൾക്ക് ലഭിക്കുന്ന ആദരവ് നഷ്ടപ്പെടുമെന്ന് അവർക്ക് നന്നായറിയാം. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു ഉറച്ച തീരുമാനമെടുക്കൂ. ലോകത്തിനു മുന്നിൽ നിങ്ങളുടെ കരുത്ത് മാത്രം പ്രകടിപ്പിക്കുക. പരിമിതികളെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു വയ്ക്കുക. നിങ്ങളുടെ വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ വിജയകരമായ പ്രവൃത്തികളാവണം ലോകത്തിനുള്ള മറുപടി. ഇതാണ് യഥാർത്ഥ ബുദ്ധിശക്തി. ഇതാണ് ചാണക്യനീതിയുടെ കരുത്ത്. ഇനി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതിനേക്കാൾ ആഴമേറിയതും നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ പോന്നതുമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ അല്പമെങ്കിലും സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം വരാനിരിക്കുന്ന അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വേരുകളെപ്പോലും സ്വാധീനിക്കുന്നവയാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ ഇതേ അവസ്ഥയിൽ തന്നെ തുടരാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ കാലം നിങ്ങളെ ചവിട്ടിമെതിച്ച് മുന്നോട്ടു പോകും. നിങ്ങളുടെ മോശം സൗഹൃദങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ അതേ കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തീ കൊളുത്തുമെന്ന് ഓർക്കുക. ആരെയും സുഹൃത്തുക്കളാക്കാം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ടെങ്കിലും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അതായിരിക്കും. ഒരു മോശം മനുഷ്യന്റെ കൂട്ടുകെട്ട് പതുക്കെയാണെങ്കിലും ഒരു നല്ല വ്യക്തിയെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് മാത്രമേ എത്തിക്കൂ എന്ന് ചാണക്യൻ അടിവരയിട്ട് പറയുന്നു. ഓരോ പ്രഭാതത്തിലും പോസിറ്റീവായ ചിന്തകളുള്ള നല്ല മനുഷ്യരോടൊപ്പം അല്പനേരം ചെലവഴിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശാന്തവും ഊർജ്ജസ്വലവുമാകുമെന്ന് അപ്പോൾ മനസ്സിലാകും. എന്നാൽ പരാതികൾ പറയുന്നവർക്കും ദേഷ്യക്കാർക്കുമൊപ്പമാണ് നിങ്ങളുടെ സമയമെങ്കിൽ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം അണഞ്ഞുപോകും. നിങ്ങളുടെ സൗഹൃദങ്ങൾ മാറ്റിയാൽ നിങ്ങളുടെ വിധിയും മാറുന്നത് കാണാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആ 5 സുഹൃത്തുക്കളുണ്ടല്ലോ, അവരെപ്പോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ചിന്താഗതിയും. അവർ മടിയന്മാരാണെങ്കിൽ നിങ്ങളും മന്ദഗതിയിലാകും. അവർ കഠിനാധ്വാനികളാണെങ്കിൽ ആ വിജയദാഹം നിങ്ങളുടെ ഉള്ളിലും പടരും. മോശം മനുഷ്യർ പെട്ടെന്നല്ല നിങ്ങളെ തകർക്കുന്നത്. ചിതലുകൾ മരത്തെ ഉള്ളിൽ നിന്ന് കരണ്ടു തിന്നുന്നതുപോലെ അവർ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പതുക്കെ ശൂന്യമാക്കും. തെറ്റായ സൗഹൃദങ്ങളിൽ കഴിയുക എന്നത് ഒരു വിഷവൃക്ഷത്തിന്റെ തണലിൽ വിശ്രമിക്കുന്നത് പോലെയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അത് സുഖകരമായി തോന്നാം, പക്ഷേ ആ മരം പതുക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ വേരുകളിൽ വിഷം കലർത്തും. വിഡ്ഢികളുമായി കൂട്ടുകൂടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒറ്റയ്ക്കിരിക്കുന്നത്. കാരണം ഒരു മടയൻ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷ ചിലപ്പോൾ കൂടെയുള്ള ബുദ്ധിമാനായ മനുഷ്യനും അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതം ഒരു ബോട്ടാണെന്ന് കരുതുക. നിങ്ങളോടൊപ്പം ആ ബോട്ടിലിരിക്കുന്നത് ബോട്ട് തുളയ്ക്കുന്നവരാണെങ്കിൽ അവർ നിങ്ങളെ നടുക്കടലിൽ മുക്കിക്കളയും. അതുകൊണ്ട് വിവേകത്തോടെ പ്രവർത്തിക്കുക. വിഷലിപ്തമായ ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലം പാലിക്കുക. ചാണക്യനീതിയുടെ 4ാം പാഠം പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ ഒരിക്കലും തരംതാഴ്ത്തരുത് എന്നാണ്. ചിന്തകൾ വീണുപോയാൽ ജീവിതവും വീഴും. നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ഒരിക്കലും മറക്കരുത്. ചിന്തകൾ ദുർബലമാണെങ്കിൽ ജീവിതവും ആ വഴിക്ക് തന്നെ പോകും. നിങ്ങൾ സ്വയം മറ്റുള്ളവരെക്കാൾ താഴെയാണെന്ന് കരുതിയാൽ ആ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഭയവും പരാജയഭീതിയും നിറയ്ക്കും. പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ വലിയ പ്രതിസന്ധികൾ പോലും എത്ര ലളിതമായി തോന്നുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വഴികൾ താനേ തെളിഞ്ഞു വരും. മനസ്സിനെ കരുത്തുറ്റതാക്കുക. പോരാടാൻ ഊർജം നൽകുന്ന കാര്യങ്ങൾ മാത്രം ചിന്തകളിലേക്ക് കൊണ്ടുവരിക. ചാണക്യനീതിയിലെ 5ാമത്തെ പാഠം ഓർമ്മിപ്പിക്കുന്നത് ദേഷ്യത്തെക്കുറിച്ചാണ്. ക്രോധത്തെ ജയിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളെ വിഴുങ്ങും. ദേഷ്യം എന്നത് ഒരു തീകനൽ പോലെയാണ്. അത് ആദ്യം നിങ്ങളെ തന്നെ ദഹിപ്പിക്കും, പിന്നീട് നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധങ്ങളെയും ചുട്ടിരിക്കും. സ്വന്തം ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് ഈ ലോകത്തെ തന്നെ കീഴടക്കാൻ കഴിയുമെന്നാണ് ചാണക്യൻ പറയുന്നത്. അനാവശ്യമായ തർക്കങ്ങൾക്കിടയിൽ നിയന്ത്രണം വിട്ട് സംസാരിച്ചപ്പോൾ എത്രയോ നല്ല ബന്ധങ്ങളായിരിക്കും തകർന്നുപോയത്. ദേഷ്യം വരുമ്പോൾ നമ്മൾ ശക്തരാകുകയല്ല, മറിച്ച് വിഡ്ഢികളായി മാറുകയാണ് ചെയ്യുന്നത്. ദേഷ്യം വരുമ്പോഴും ശാന്തത പാലിക്കുന്നവനാണ് യഥാർത്ഥ കരുത്തൻ. കാരണം ശാന്തമായ മനസ്സിന് മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. മഹാഭാരതത്തിലെ അഭിമന്യുവിനെ ഓർക്കുക. അതിസാഹസികനായിട്ടും ചക്രവ്യൂഹത്തിലകപ്പെട്ടപ്പോൾ ദേഷ്യവും ധൃതിയും കാരണം ശരിയായ യുദ്ധതന്ത്രം പ്രയോഗിക്കാൻ അവന് കഴിഞ്ഞില്ല. ആവേശത്തേക്കാൾ വിവേകത്തിനാണ് പ്രാധാന്യമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം ആഴത്തിൽ ശ്വാസമെടുത്ത് ഒന്ന് നിൽക്കുക. ഇത് മറ്റൊരാൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ചെയ്യുന്ന തന്ത്രമാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. സത്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ജയിക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ മനസ്സിനെ പാകപ്പെടുത്തിയാൽ ജീവിതത്തിൽ തോൽക്കാൻ നിങ്ങൾക്കാവില്ല. ആ നിർണായക നിമിഷത്തിൽ വികാരങ്ങളെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വിജയിച്ചു എന്നുറപ്പിക്കാം. എന്നാൽ ദേഷ്യത്തിന് കീഴ്പ്പെട്ടാലുണ്ടാകുന്ന തകർച്ചയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉള്ളിലെ ഭയത്തെ തോൽപ്പിക്കാനും ബലഹീനതകളെ രഹസ്യമായി വയ്ക്കാനും തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കാനും ആ ദേഷ്യത്തെ മെരുക്കാനും നിങ്ങൾക്ക് സാധിച്ചാൽ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളാകും സംഭവിക്കുക. നിങ്ങളുടെ ചിന്താരീതിയും കാഴ്ചപ്പാടും ഈ ലോകം തന്നെയും അപ്പോൾ മാറിമറി. പ്രിയപ്പെട്ടവരെ, ഇതൊരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന നയങ്ങൾ ഇതിലും ശക്തവും നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതുമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്റെ വിധി ഞാൻ തന്നെ മാറ്റിയെഴുതും എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങളാണ്. മനസ്സിനെ തുറന്നു പിടിക്കുക. പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാമെന്ന് നമുക്ക് ഒന്നിച്ചു പഠിക്കാം. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കുക എന്നതാണ് ചാണക്യനീതിയിലെ മറ്റൊരു പ്രധാന പാഠം. അല്ലെങ്കിൽ ഈ ലോകം നിങ്ങളെ തകർത്തു കളയും. എന്താണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനത? സ്വന്തം കാര്യങ്ങൾ ഉള്ളിലൊതുക്കാൻ കഴിയാത്തതാണത്. അല്പം സന്തോഷമുണ്ടായാൽ ഉടനെ എല്ലാവരോടും വിളിച്ചു പറയും. ഒരു വിഷമം വന്നാൽ അത് സങ്കടക്കടലായി മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നിടും. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം. ബുദ്ധിമാനായ ഒരാൾ തന്റെ സ്വകാര്യങ്ങൾ ഒരിക്കലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല. നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചോ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ വീട്ടിലെ പോരായ്മകളെക്കുറിച്ചോ ഒക്കെ മറ്റാരെയെങ്കിലും അമിതമായി വിശ്വസിച്ച് നിങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ആ വ്യക്തി ഇത് നിങ്ങൾക്കെതിരെ ഒരിക്കലും ഉപയോഗിക്കില്ലെന്ന് നിങ്ങൾക്കത്രയ്ക്ക് ഉറപ്പുണ്ടോ? ഒരാളുടെ ആഴത്തിലുള്ള രഹസ്യങ്ങൾ കാലാകാലം കാത്തുസൂക്ഷിക്കാൻ മാത്രം വിശ്വസ്തരായി ഇന്ന് ഈ ലോകത്താരുമില്ല. രഹസ്യങ്ങൾ സുരക്ഷിതമായിരിക്കാൻ രണ്ടേ ഇടങ്ങളെയുള്ളൂ. ഒന്ന് നിങ്ങളുടെ ഹൃദയവും മറ്റൊന്ന് ശവകുടീരവും. അത് പുറത്തു പറഞ്ഞ നിമിഷം നിങ്ങൾ അപകടത്തിലായി എന്ന് മനസ്സിലാക്കുക. അന്യന്റെ കൈകളിലെത്തുന്ന രഹസ്യങ്ങൾ പിന്നീട് നിങ്ങളെ തകർക്കാനുള്ള ആയുധങ്ങളായി മാറും. പഴയൊരു കഥ ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. പണ്ട് വലിപ്പമേറിയ ചെവികളുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അത് പുറത്തറിയാതിരിക്കാൻ അദ്ദേഹം എപ്പോഴും തൊപ്പി ധരിക്കുമായിരുന്നു. തന്റെ വിശ്വസ്തനായ ബാർബറോട് മാത്രം രാജാവ് ഈ രഹസ്യം പങ്കുവച്ചു. ആദ്യം അതൊരു ചെറിയ കാര്യമായി തോന്നിയെങ്കിലും ക്രമേണ ആ രഹസ്യം ബാർബറുടെ മനസ്സിൽ ഒരു ഭാരമായി മാറി. ഒടുവിൽ നിയന്ത്രണം വിട്ട് അവനത് മറ്റൊരാളോട് പറഞ്ഞു. ആ സംസാരം നാട്ടിലും കാട്ടിലും പടർന്ന് ഒടുവിൽ രാജ്യം മുഴുവൻ അറിഞ്ഞു. അതോടെ രാജാവിന്റെ അന്തസ്സ് മണ്ണിലടി. തന്റെ പോരായ്മ ഒരാളെ വിശ്വസിച്ച് കൈമാറിയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിനെല്ലാം നഷ്ടമായി. വിശ്വസിക്കാം, പക്ഷേ അതീവ കരുതലോടെ വേണം എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരും യോഗ്യരല്ല. ഇന്ന് നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നവർ നാളെ അത് നിങ്ങൾക്കെതിരെ തന്നെ പ്രയോഗിച്ചേക്കാം. കാട്ടിലെ സിംഹമായാലും ശരി, അതിന്റെ ബലഹീനത ശത്രു അറിഞ്ഞാൽ ആ സിംഹം പോലും തോൽപ്പിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ കരുത്തും കുറവും ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കുക. സമയത്തെ തിരിച്ചറിയുക എന്നതാണ് ചാണക്യനീതിയിലെ 7ാമത്തെ തത്വം. സമയം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം. നിങ്ങൾ തയ്യാറാണെങ്കിലും അല്ലെങ്കിലും സമയം അതിന്റെ പ്രയാണം തുടരും. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി സമയമാണ്. സമയത്തെ ശരിയായി തിരിച്ചറിഞ്ഞവൻ പകുതി യുദ്ധം ജയിച്ചു കഴിഞ്ഞു. നാളെ മുതൽ പഠിച്ചു തുടങ്ങാം, അടുത്ത മാസം ബിസിനസ് തുടങ്ങാം, കുറച്ചുകൂടി വലുതായിട്ട് സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാം എന്നൊക്കെ നിങ്ങൾ സ്വയം പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ആ നാളെ എന്നെങ്കിലും വന്നോ? ഇല്ല. സമയം കടന്നുപോയിക്കൊണ്ടിരിക്കും. നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അത് ചെയ്യാമായിരുന്നു എന്ന പശ്ചാത്താപം മാത്രമാകും ബാക്കി. ചരിത്രത്തിലെ മഹാരഥന്മാരെല്ലാം സമയത്തെ അമൂല്യമായി കണ്ടവരാണ്. തോമസ് ആൽവ എഡിസൺ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടിട്ടും നാളെ ചെയ്യാം എന്ന് കരുതി പിന്മാറിയില്ല.
അദ്ദേഹം സമയത്തെ ആദരിച്ചതുകൊണ്ടാണ് ഇന്ന് ലോകം പ്രകാശിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം തന്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ അലസനായിരുന്നെങ്കിൽ ഇത്ര വലിയ ഉയരങ്ങളിലെത്തുമായിരുന്നോ? ഇന്ന് ചെയ്യാവുന്ന കാര്യം നാളത്തേക്ക് മാറ്റിവെക്കരുത് എന്നതാണ് ചാണക്യന്റെ മന്ത്രം. സമയത്തേക്കാൾ വലിയ ശത്രുവും മിത്രവും വേറെയില്ല. അതിനെ കൃത്യമായി ഉപയോഗിച്ചാൽ അത് നിങ്ങളെ രാജാവാക്കും. നമ്മുടെ ജീവിതത്തിൽ രണ്ടു തരം മനുഷ്യരാണുള്ളത്. ആദ്യത്തെ കൂട്ടർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്നവർ, നിങ്ങളിലെ പ്രതിഭയെ തിരിച്ചറിയുന്നവർ. രണ്ടാമത്തെ കൂട്ടരാകട്ടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പരിഹസിക്കുന്നവരും ആത്മവീര്യം തകർക്കുന്നവരുമാണ്. ഏത് സാഹചര്യത്തിലായാലും കൂട്ടുകെട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ എത്ര നല്ലവനായാലും മോശം സൗഹൃദങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവവും ചിന്തയും വിധിയും പതുക്കെ തകരാൻ തുടങ്ങും. അഴുക്കുചാലിൽ വിരിയുന്ന താമരപ്പൂവിന് അതിന്റെ ശുദ്ധി നിലനിർത്താൻ കഴിയുന്നതുപോലെ നിങ്ങളും സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ മുന്നേറണം. നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനും സമയം കൃത്യമായി വിനിയോഗിക്കാനും പഠിച്ചാൽ ലോകത്ത് ചുരുക്കം ചിലർക്ക് മാത്രം ലഭിക്കുന്ന ആ കരുത്ത് നിങ്ങൾക്കും സ്വന്തമാകും. ജീവിതം ഒരു പോരാട്ടമാണ്. അതിൽ വിജയിക്കാൻ ഈ പാഠങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊരു കൊച്ചു കഥയിലൂടെ ഈ പാഠം തുടങ്ങാം. ബുദ്ധിശക്തിയും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ടായിരുന്ന ഒരു പാവപ്പെട്ട യുവാവ്. ഒരു വലിയ നിലയിൽ എത്തേണ്ടിയിരുന്ന അവന് പക്ഷെ ഒരു പിഴവ് പറ്റി. അവൻ ചെന്നുപെട്ടത് മദ്യത്തിനും മടിക്കും ചൂതാട്ടത്തിനുമൊക്കെ അടിമപ്പെട്ട ഒരു പറ്റം സുഹൃത്തുക്കളുടെ ഇടയിലായിരുന്നു. തുടക്കത്തിൽ അവൻ സ്വയം സമാധാനിപ്പിച്ചു, ഞാൻ അവരെപ്പോലെയല്ല, എന്നെ നിയന്ത്രിക്കാൻ എനിക്കറിയാം എന്ന്. എന്നാൽ കാലക്രമേണ ആ വിഷലിപ്തമായ കൂട്ടുകെട്ട് അവനെ അറിയാതെ കീഴടക്കി. ഒടുവിൽ പഠനവും ജോലിയും സ്വപ്നങ്ങളുമെല്ലാം ഉപേക്ഷിച്ചു. അവനൊരു പരാജയമായി മാറി. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മളും തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ ഉണർന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതവും ഇതുപോലെ വഴിമുട്ടിപ്പോകും. നിങ്ങളുടെ സമയത്തെ ആദരിക്കാനും നിങ്ങളുടെ കൂട്ടുകെട്ടുകളെ കൃത്യമായി വിലയിരുത്താനും പഠിക്കുക. കാരണം നിങ്ങൾ ആരുടെ കൂടെ സമയം ചെലവഴിക്കുന്നുവോ അവരാണ് നിങ്ങളുടെ ഭാവിയുടെ ശില്പികൾ. ചാണക്യനീതിയിലെ 8-ാമത്തെ അധ്യായം പറയുന്നത് മൂർഖസംഗതി വിനാശായ എന്നാണ്. അതായത് വിഡ്ഢികളുമായുള്ള സഹവാസം നിങ്ങളെ നാശത്തിലേക്ക് നയിക്കൂ. ഇത് വെറുമൊരു വാക്കല്ല, പച്ചയായ സത്യമാണ്. നമ്മൾ കൂടെയുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല, അറിയാതെ തന്നെ അവരെ അനുകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ഉയർച്ചയിലേക്കാണോ അതോ പതനത്തിലേക്കാണോ നയിക്കുന്നത്? അവർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്നുണ്ടോ അതോ നിങ്ങളെ പരിഹസിച്ച് തളർത്തുകയാണോ? ഓർക്കുക, മോശം സൗഹൃദങ്ങൾ ഒരു വിഷപ്പാമ്പിനെ പോലെയാണ്. അത് പതുക്കെ നിങ്ങളുടെ ഭാഗ്യത്തെ വിഴുങ്ങിക്കളയും. എന്നാൽ നല്ല സൗഹൃദങ്ങൾ ഒരു സൂര്യനെ പോലെയാണ്. അത് നിങ്ങളുടെ ഭാവിയെ പ്രകാശമാനമാക്കും. ശരിയായ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുന്നതിലൂടെ എങ്ങനെ ഒരാൾക്ക് തന്റെ ജീവിതം തന്നെ മാറ്റിയെടുക്കാം എന്ന വലിയൊരു രഹസ്യം കൂടി ഇനി ഞാൻ പങ്കുവയ്ക്കാം. ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയാമോ? തെറ്റായ ശീലങ്ങളിലും കൂട്ടുകെട്ടുകളിലും പെട്ട് യൗവനം പാഴാക്കി ഒടുവിൽ ഒന്നിനും കഴിയാത്ത കാലത്ത് പശ്ചാത്തപിക്കേണ്ടി വരുന്നതാണത്. ആചാര്യ ചാണക്യൻ പറഞ്ഞതുപോലെ, സ്വന്തം ശീലങ്ങളെ മെരുക്കാൻ കഴിയാത്തവന് അവന്റെ ജീവിതത്തിന്മേൽ ഒരിക്കലും അധികാരമുണ്ടാകില്ല. പലപ്പോഴും നമ്മൾ വിധിയെ പഴിക്കാറുണ്ട്, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ സത്യത്തിൽ നമ്മളെ തകർക്കുന്ന ശീലങ്ങൾക്കും കൂട്ടുകാർക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ അനുവാദം നൽകിയത് നമ്മൾ തന്നെയാണ്. പണ്ട് മഗധയിലെ ഒരു രാജകുമാരൻ അസ്വസ്ഥമായ മനസ്സുമായി ചാണക്യനെ തേടിയെത്തി. രാജകുമാരനാണെങ്കിലും ഒരു രാജാവാകാനുള്ള യോഗ്യത തനിക്കുണ്ടോ എന്ന് അവൻ സംശയിച്ചു. അന്ന് ചാണക്യൻ നൽകിയ മറുപടി ഇതായിരുന്നു: രാജാവാകാനുള്ള യോഗ്യത വരുന്നത് വംശമഹിമ കൊണ്ടല്ല, മറിച്ച് ശീലങ്ങൾ കൊണ്ടാണ്. നിന്റെ ദുശീലങ്ങൾ നിന്നെ കീഴടക്കാൻ അനുവദിക്കാതിരുന്നാൽ മാത്രം മതി നിനക്ക് ലോകം കീഴടക്കാം. തുടർന്ന് 7 ദിവസം ആ രാജകുമാരനെ ചാണക്യൻ തന്റെ കൂടെ താമസിപ്പിച്ചു. ഈ 7 ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം ആ യുവാവിന്റെ ശീലങ്ങളെ അടിമുടി മാറ്റിമറിച്ചു. കൃത്യസമയത്ത് ഉണരുക, നല്ല വ്യക്തികളെ മാത്രം സഹവസിക്കുക, ആഹാരത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക, കോപത്തെ അടക്കുക, അറിവ് നേടുക, എല്ലാ രാത്രിയിലും സ്വന്തം പ്രവൃത്തികളെ വിലയിരുത്തുക. ഈ അച്ചടക്കം 7 ദിവസം പിന്നിട്ടപ്പോൾ ആ രാജകുമാരനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. തന്റെ ലക്ഷ്യത്തിലേക്ക് നടന്നുകയറാനുള്ള ആത്മവിശ്വാസം അവന് ലഭിച്ചു കഴിഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ 7 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നിന്നും മടിയും ലഹരിയും തെറ്റായ കൂട്ടുകെട്ടുകളും ഒഴിവാക്കി പകരം അച്ചടക്കവും കഠിനാധ്വാനവും കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതവും മാറില്ലേ? ചെറിയ തെറ്റുകൾ പതുക്കെ നമ്മുടെ ഭാവിയെ കാർന്നു തിന്നും. എന്നാൽ നല്ല ശീലങ്ങൾ നമ്മെ ഉന്നതങ്ങളിലെത്തിക്കും. ഇനി എനിക്ക് നിങ്ങളോട് ഒരൊറ്റ ചോദ്യമേയുള്ളൂ. നിങ്ങളുടെ ഏത് മോശം ശീലമാണ് നിങ്ങൾ ഇന്നു മുതൽ മാറ്റാൻ പോകുന്നത്? ഇന്ന് തന്നെ തുടങ്ങുക. കാരണം ജീവിതം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല. നാളത്തേക്ക് മാറ്റിവെക്കുന്നവർ ആ നാളിൽ തന്നെ തങ്ങിപ്പോകും. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തൂ, നല്ല ശീലങ്ങൾ വളർത്തൂ. ചാണക്യനീതിയിലെ ഈ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട നീതിവാക്യം ഏതാണെന്ന് കമന്റിൽ അറിയിക്കുമല്ലോ. ഓർക്കുക, നിങ്ങൾ സ്വയം തോറ്റുകൊടുക്കാത്തടത്തോളം കാലം നിങ്ങളെ തകർക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. കരുത്തരായിരിക്കുക, വിജയത്തിലേക്ക് കുതിക്കുക. സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ മാസ്മരികമായ വിജയം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്.